ചെങ്ങായിമാരെ നമ്മളെ പ്രധാനമന്ത്രിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുണ്ടല്ല, ആളെപ്പിടുത്തം കിട്ടിയട്ടാ. ആള് വേറെ ആരുമല്ല, പരപ്പനങ്ങാടിക്കാരൻ ജനാർദ്ദനന്റെ മകനുണ്ടല്ല, മിഥുനാണ് പ്രതി. അവനുണ്ടല്ലോ വെള്ളിയാഴ്ച തന്നെ നമ്മളെ പ്രധാനമന്ത്രിനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും നമ്മളെ ചാണക സംഖ്യകൾ മൊത്തം പറഞ്ഞു നടന്നത് ഇവനുണ്ടല്ല, ഇവനൊരു മുസ്ലിമാണ്, ഇവനൊരു ജിഹാദിയാണെന്നാണ്. അതും പറഞ്ഞിട്ട് കുറെ ചാണക സംഖ്യ മലവാണങ്ങളുണ്ടല്ല, ഇന്നലെ കുറെ വീഡിയോ ചെയ്തിനി. അങ്ങനെ വീഡിയോ ചെയ്ത ചാണക സംഖ്യ മലവാണങ്ങൾ മൊത്തം ഉണ്ടല്ല ഇവന്റെ പേര് പുറത്തു വന്നതോടുകൂടി ചത്ത പോലെ കിടക്കിയത്. ഞാൻ എല്ലാ ചാണക സംഖ്യയുടെ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു മനുഷ്യന്റെ മുഖത്തെ താടി കണ്ടതുകൊണ്ടോ അവരുടെ വസ്ത്രം കണ്ടതുകൊണ്ടോ നിങ്ങളുടെ ഒരു മനുഷ്യനെ വിലയിരുത്തി ഇപ്പൊ തെറ്റ് പറ്റിയില്ലേ? ആ തെറ്റിന് ചാണക സംഖ്യകൾ നിങ്ങൾക്ക് ഉളുപ്പും നാണവും മാനവും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയോ? ഞാൻ ഈ പറയുന്നത് ഈ പ്രതി ഉണ്ടല്ലോ, ഈ പ്രതി മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഒരുപാട് ചാണക സംഖ്യകളുണ്ട്. അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? നിങ്ങളുടെ പിതാവിന്റെ കോളത്തിലുണ്ടല്ലോ ഒരു പേരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മാപ്പ് പറയണം. ആ കോളത്തിലുണ്ടല്ലോ ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണ്ട. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, നിങ്ങളുടെ പിതാവിന്റെ കോളത്തിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത കേട്ടതോടുകൂടി ഒന്നും നോക്കാതെ ആദ്യം തന്നെ വീഡിയോ ചെയ്ത ഒരാളെ പരിചയപ്പെട്ട, അത് വേറെ ആരുമല്ല, നമ്മളെ ഇസ്രായേലിലെ ബങ്കർ ചേച്ചിയാണത്. ഇസ്രായേലിലെ സംഘിണി ബങ്കർ ചേച്ചി ഉണ്ടല്ലോ, ഈ വാർത്ത കേട്ടതോട് കൂടിയിട്ടില്ല ഒരു 1.5 ക്യാപ്ഷൻ ഉണ്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് ഞാൻ ആദ്യം തന്നെ ഇട്ടില്ല. നമ്മൾ ബങ്കർ ചേച്ചിയുടെ ക്യാപ്ഷൻ ഉണ്ടല്ല, ആ ക്യാപ്ഷൻ വായിച്ചുതരാം. വാ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിനക്കൊക്കെ എന്തും പറയാമെന്നായോ? സകല ജിഹാദികളും രാജ്യവിരുദ്ധരും സൂക്ഷിച്ചോ? ഇത് നരേന്ദ്ര ഭാരതമാണ്, നിനക്കൊക്കെ ചൊറിയുന്നെങ്കിൽ മാറിയിരുന്നു മാന്തി ചിന്തിക്ക്. ഭാരത് മാതാ കി ജയ്. എന്റെ ബങ്കർ സംഘിണി ചേച്ചി ഇതുണ്ടല്ലോ, നരേന്ദ്രന്റെ ഭാരതായാലും ശരി, നരേന്ദ്രപ്രസാദ് ഇല്ലേ മൂപ്പറ ഭാരതായാലും ശരി, പ്രതീനുണ്ടല്ല, പ്രതീനെ അങ്ങ് പൊക്കി. ആ പ്രതി വേറെ ആരുമല്ല, പരപ്പനങ്ങാടിക്കാരൻ ജനാർദ്ദനന്റെ മകൻ മിഥുനാണ് ആ കേസിലെ പ്രതി. ഞാൻ ഇനി ബങ്കർ സംഘിണി ചേച്ചിയോട് ഒരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ എഴുതിന് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ? നിങ്ങൾ എവിടെ മാപ്പ് പറയാൻ വേണ്ടിട്ടല്ലേ പലസ്തീനിയും ഇറാനിയും പിഞ്ചു കുഞ്ഞുങ്ങളാ ഇസ്രായേൽ ഇല്ലാതാക്കുമ്പോൾ അതിനുവേണ്ടി കൈയടിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളൊക്കെ ഇതിന് എവിടെ മാപ്പ് പറയാൻ വേണ്ടിട്ട്? ഇനി നമുക്ക് എന്തായാലും നമ്മൾ ഈ ബങ്കർ ചേച്ചിയുണ്ടല്ലോ ഇതിന്റെ കൂടെ ഇല്ല ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടാലോ? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുണ്ടല്ല ചിരിച്ച് പണ്ടാലടങ്ങും. വാ. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്നും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പോലും ഇത്തരത്തിൽ തുറന്ന രീതിയിൽ വധഭീഷണി മുഴക്കാൻ ഇത്തരക്കാർ തയ്യാറാകുന്നുവെങ്കിൽ, ധൈര്യപ്പെടുന്നുവെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമേറിയതാണ്. ഇതിനെതിരെ സംസ്ഥാന നേതൃത്വം തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, വിയോജിപ്പുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവും. ആശയപരമായിരിക്കണം അത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഇത്തരക്കാർ വീഡിയോ ഇടുന്നത് പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാഷ്ട്രീയ പാർട്ടികളുള്ള ഭിന്നത ഇതാണോ കാണാൻ സാധിക്കുന്നത്? വ്യക്തമായ മതവർഗീയതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ന്യായീകരണ തൊഴിലാളികളൊക്കെ വരും കേട്ടോ, ന്യായീകരിച്ചുകൊണ്ട് നന്മമരം കളിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കേട്ടോ, സാധ്യതയും കൂടുതലാണ്. കാരണം ഇതിനടിയിൽ ഇയാൾ ഇട്ടിരിക്കുന്ന, ഈ രാജ്യദ്രോഹിയായ ജിഹാദി ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, ഈ കൂട്ടർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്താണ് ഇത്ര ചൊറിച്ചിൽ? നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നെങ്കിൽ മാറിയിരുന്ന് ചൊറിഞ്ഞു തീർക്കുക. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ബങ്കർ സഖിണി ചേച്ചി, നിനക്ക് ഇടല നല്ല ചൊറിച്ചിൽ വീഴുന്നെങ്കിൽ നീ മാറിയിരുന്ന് നല്ലോണം അങ്ങ് ചൊറിഞ്ഞോ. ഇനി അങ്ങനെ ഒന്ന് ചൊറിച്ചിൽ മാറുന്നെങ്കിൽ നല്ല മുള്ളുമൊരിക്കൽ കേക്ക് കഴിഞ്ഞിട്ടില്ല ആ ചൊറിച്ചിൽ മൊത്തം അങ്ങ് തീരും. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെയുണ്ടല്ല മുസ്ലിങ്ങളെ നെഞ്ചത്ത് കൊണ്ടിടാൻ വേണ്ടി നിനക്ക് എന്താണ് ഇത്ര ചൊറിച്ചല്? അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയുന്നു, നിന്റെ പിതാവിന്റെ കോളത്തിൽ ഒറ്റ പേരാണെങ്കിൽ നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. ആ കോളത്തിൽ ഒരാളല്ലാത്തതുകൊണ്ട് നമ്മളൊരിക്കലും നിന്റെ എടുക്കുന്നുണ്ടല്ല മാപ്പ് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതായത് അപ്പപ്പ കാണുന്ന ടീമിന് അപ്പപ്പോ എന്ന് വിളിക്കുന്ന നിന്റെ എടുക്കുന്നതും ഒരു മാപ്പും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള നമ്മളെ ഭാരതീയ സംഖ്യ ഇല്ല, ചാണക സംഖ്യ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതും കൂടി ഒന്ന് കേൾക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ സ്വാഭാവികമായതുകൊണ്ടും ഇതുപോലെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെ ഉൾപ്പളകം കൊള്ളിക്കാൻ സാധിക്കുന്നത് കൊണ്ടും ആരോട് പറയാൻ, എന്ത് പറയാൻ? ഇവൻ നേരിട്ട് പറഞ്ഞു. ഇതേ ആറ്റിറ്റ്യൂഡിൽ പലരും പറഞ്ഞത് ഇതിനു മുമ്പും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ BJP-യുടെ നേതാക്കളും മിണ്ടുന്നില്ല, പിന്നെ നിനക്കെന്താണ് സൂക്കേടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു സ്വയം സേവകനാണ്, എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഇങ്ങനെയുള്ളവന്മാരെ എല്ലാവരെയും കൊണ്ടുവരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ വർഗീയവാദി പട്ടം ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എടാ ചാണക സംഖ്യ ഭാരതീയ, നീണ്ടല്ല നിന്റെ ഹൃദയത്തോട് ഇവനുണ്ടല്ല ഈ പ്രതീനയും കൂടി ചേർത്ത് വെക്ക്. അതായത് ഈ പ്രതി ഉണ്ടല്ല, മിഥുനെന്ന പേരുള്ള പ്രതി, ഇവനൊക്കെ ഉണ്ടല്ല നിന്റെ അതേ ടീമാണ്. അതുകൊണ്ട് ഇവനെ കൂടി ഉണ്ടല്ല നിന്റെ നെഞ്ചോട് ചേർത്ത് വെക്ക്. അതായത് പച്ച വർഗീയത ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന നിന്നെപ്പോഴത്തെ ഹിന്ദുത്വ തീവ്രവാദി തന്നെയാണ് ഈ
മിഥുനെന്ന് പേരുള്ള ഈ വട്ടവളയനും. അതുകൊണ്ട് നീ ഇവനുണ്ടല്ല ഒരു നാണയത്തിന്റെ രണ്ട് വൃത്തികെട്ട വശങ്ങളാണ്. അതുകൊണ്ട് ഇവനുണ്ടല്ല നീ നെഞ്ചോട് നല്ലോണം ചേർത്ത് വെക്കണം. ഒരുത്തന്റെ താടി കണ്ടപ്പോഴുണ്ടല്ലോ അവൻ മുസ്ലിം ആണെന്നും കരുതി ഓടി വന്ന് വീഡിയോ ചെയ്തതാണ് നമ്മൾ ഈ ഭാരതീയ വന്ന ചാണക സംഘി. എന്റെ ഭാരതീയ നിന്നോടൊക്കെ ഉണ്ടല്ലോ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഉളുപ്പിന് തന്നെ നാണക്കേടായി പോകും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളെ പാലക്കലമ്മ ഉണ്ടല്ല ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? അതും ഒന്നൊന്നര കോമഡിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന ഡാഷിന്റെ മോൻ രാവിലെ മുതലേ ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പ്രധാനമന്ത്രിനെ വളരെ മോശമായിട്ട് എന്താ പറയേണ്ടത്, അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റും റിപ്പോർട്ടും കൊണ്ട് സുഡാപ്പി അങ്ങ് പൂട്ടിച്ചു. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ നല്ല കമന്റ് ആയിരുന്നു. പക്ഷെ ഒരൊറ്റ സുഡാപ്പി പോലും കമന്റ് ഇട്ടിട്ടില്ല. ഇത് മാക്സിമം ഇവന്റെ ഫോട്ടോ എല്ലാ ജനങ്ങളിലേക്കും എത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ തക്കതായ ശിക്ഷ എവിടുന്നാണെങ്കിലും, ആ വീഡിയോ ചെയ്തത് എവിടെയാണെങ്കിലും, പുറത്ത് നിന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, ഗൾഫിലിരുന്ന് വീഡിയോവാദം ചെയ്യുന്ന ഒരുപാട് ടീമിനെ നമുക്കറിയാം. അതുകൊണ്ട് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഇവനെ പറ്റിയുള്ള വിവരങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സുഡാപ്പികളോട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണ്, അവര് ക്യാപ്സ്യൂളായിട്ട് വരും. അതുകൊണ്ട് അവരോടല്ല എനിക്ക് എല്ലാ ആൾക്കാരോടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. എന്റെ പാലക്കലാമ്മ ഇനി വീഡിയോ ഷെയർ ചെയ്യുന്നതും വേണ്ട. ആളെപ്പിടുത്തം കിട്ടി, ആള് വേറെ ആരുമില്ല, ആളുണ്ടല്ല പറഞ്ഞു വരുമ്പോ നിങ്ങളെ സഹോദരനായിട്ട് വരും. അതുകൊണ്ട് എന്തായാലും ഇനി ക്യാപ്സ്യൂളായിട്ട് വരേണ്ടതുണ്ടല്ല. നിങ്ങളും നിങ്ങളെ ചാണക സംഖ്യലുണ്ടല്ല, അവരാണ് ഇനി ക്യാപ്സ്യൂളായിട്ട് വരേണ്ടത്. അതായത് എങ്ങനെയുള്ള ക്യാപ്സ്യൂളായിട്ടാണ് നിങ്ങൾ വരേണ്ടതെന്ന് ഈ മിഥുന്റെ അച്ഛനായ പരപ്പരങ്ങാടിക്കാരൻ ജനാർദ്ദനില്ലേ, മൂപ്പർ കുറെ കാലം മുന്നേ മതം മാറിനെ മൂപ്പറുടെ ഇപ്പത്തെ പേര് മുഹമ്മദ് ജനാർദ്ദനാണെന്ന് അടിച്ചു വിട്ടോ. അതുകൊണ്ട് മുഹമ്മദ് ജനാർദ്ദന്റെ മകന്റെ പേരുണ്ടല്ല മുഹമ്മദ് മിഥുനാണെന്ന് ക്യാപ്സ്യൂൾ ഉണ്ടല്ല ലോഡായിട്ട് ക്യാപ്സ്യൂൾ അങ്ങ് ഇറക്കിക്കോ. നിങ്ങൾ ചാണക സംഖ്യക്കണ്ടല്ല ഉളുപ്പ് നാണവും മാനവും പിന്നെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോഴല്ല ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ ഉണ്ടല്ല ഇറക്കും. നമ്മളെ ലസ്ദ പാലക്കലമ്മയൊക്കെ ഉണ്ടല്ല ഈ ചങ്ങയുടെ താടി കണ്ടിട്ടാണ് മാസായിട്ട് ഇറങ്ങിയത്. പക്ഷെ എന്താ ചെയ്യുക, മൂഞ്ചിപ്പോയി, കടപടലം ആകെ മൂഞ്ചിപ്പോയി. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലുണ്ടല്ല ഇനി ഒരാളുടെ കൂടി വീഡിയോ കാണാം. അത് വേറെ ആരുമില്ല, നമ്മളെ സംഖ്യയുടെ എല്ലാമായ ചേറായി ചേട്ടന്റെ വീഡിയോ. നമ്മളെ ചേറായി ചേട്ടൻ ഈ ചങ്ങയുടെ താടി കണ്ടിട്ട് ആകെ പൊട്ടുപോതേട്ടാ. എന്തായാലും ചേറായി ചേട്ടൻ എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മെനകെട്ട ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത എന്താ? അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും അറക്കും തലറക്കും എന്ന് പറഞ്ഞവന്റെ അഡ്രസ് അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. ഇവിടുത്തെ BJP നേതാക്കന്മാരും അതുപോലെ BJP അനുഭാവികൾക്ക് ഇത് കാണണമെങ്കിൽ ഇവനെതിരെ കൃത്യമായിട്ട് കേസ് കൊടുക്കാൻ തയ്യാറാവണം. ഒരു അനുഭവം നമുക്കുണ്ട്. കഴിഞ്ഞ ദിവസം പഹൽഗാം വിഷയത്തിൽ കമന്റ് ഇട്ടവനെ പൊക്കി അകത്തിട്ടേക്കനാണ്. അതുപോലെ തന്നെ ഇതുപോലെ ആത്മവിശ്വാസത്തോടെ വെള്ളിയാഴ്ച നരേന്ദ്രമോദിയുടെ തല അറക്കുമെന്ന് പറഞ്ഞ ഈ പന്നിക്കുണ്ടായ അവന കറക്റ്റായിട്ട് ഇവിടെ എന്റെ ചേറായി ചേട്ടാ അവനുണ്ടല്ലോ, അവൻ പന്നിക്കല്ല ഉണ്ടായത്, അവനുണ്ടായതുണ്ടല്ല ഗോമാതാവനാണ് അവനുണ്ടായത്. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും എന്റെ ചേറായി ചേട്ടാ, നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ചേറായി ചേട്ടനുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും, നേരിട്ടില്ല ചേറായി കടപ്പുറത്ത് പോയിട്ടില്ല, കടലമ്മേനെ നോക്കിട്ട് പൊട്ടിക്കരഞ്ഞോ, മുക്കിയിട്ടുണ്ടല്ല പൊട്ടിക്കരഞ്ഞോ. എന്നാലും എന്റെ കടലമ്മയെ നമുക്കിട്ട് തന്നെ വേണോ ഈ പണിയെന്നും പറഞ്ഞിട്ട് അങ്ങ് മുക്കി പൊട്ടിക്കരഞ്ഞോ. പിന്നെ ചേറായി ചേട്ടൻ ചോദിച്ചു വെള്ളിയാഴ്ചക്ക് എന്താ പ്രത്യേകത? വെള്ളിയാഴ്ചന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ല ബീഫ് ഉണ്ടല്ല, ഏറ്റവും നല്ല ബീഫ് വാങ്ങാൻ കിട്ടുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ചാണക സംഖ്യലുണ്ടല്ല, ഏറ്റവും കൂടുതൽ ചാണക സംഖ്യ എടുക്കൊണ്ടല്ല വെള്ളിയാഴ്ചയാണ് നല്ല ബീഫ് വാങ്ങിയിട്ട് പൊറോട്ടയും കൂട്ടിട്ടുണ്ടല്ല നാക്കി അടിക്കുന്നത്. അതാണ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്റെ ചേറായി ചേട്ടാ. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ ചാണക സംഖ്യലുണ്ടല്ല വെള്ളിയാഴ്ചനെ വരെയുണ്ടല്ല മുസ്ലിം ആക്കി. വെള്ളിയാഴ്ച കൊല്ലണമെന്ന് പറഞ്ഞത് കൊണ്ടും ആ പറഞ്ഞവൻ ഒരു താടിക്കാരനായതുകൊണ്ടാണ് ഈ ചാണക സംഖ്യണ്ടല്ല ഈ കുണ്ടില് വീണുപോയത്. എന്തായാലും വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴും താടി കാണുമ്പോഴും അതൊക്കെ മുസ്ലിമാണെന്ന് വിചാരിക്കുന്ന ഇവന്റെയൊക്കെ തലയിൽ എത്രമാത്രം ചാണകാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ദൈവമേ, നിങ്ങൾ ഈ ചാണക സംഖ്യയുടെ തലയിലിടില്ല, ദിവസം കഴിയും തോറും ചാണകം ഉണ്ടല്ല ഇങ്ങനെ ലോഡ് കണക്കിന് കൂട്ടി നിറക്കുവാണല്ലോ. ഞാൻ ആലോചിക്കുന്നത് ഇനി ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഇതിനൊക്കെ എന്ത് ന്യായീകരണ ക്യാപ്സൂളായിട്ടാണോ വരുന്നത്? ചിലപ്പോ എന്തായിരിക്കും പുതിയ ക്യാപ്സൂൾ എന്നറിയാം. ഈ ചങ്ങായിന്റെ ഫോൺ ഉണ്ടല്ല ഏതോ ഒരു മുസ്ലിം ഹാക്ക് ചെയ്തിട്ട് ആ മുസ്ലിം ചെയ്ത പണിയാണെന്നായിരിക്കും ഇനി ചാണക സംഖ്യകൾ ക്യാപ്സൂളായിട്ട് വരുന്നത്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ചാണക സംഖ്യകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ പിതാവിന്റെ കോളത്തിൽ ഒറ്റ പേരാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത വീഡിയോ കണ്ടില്ല
മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇനി ആ കോളത്തിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുകയില്ല. എന്തായാലും നമുക്ക് ഇതിന് നമ്മളെ ചാണക സൈക്കിൾ എന്ത് പുതിയ കേപ്സുകളായിട്ട് വരുന്നത് നോക്കിയിരിക്കാം. അപ്പോഴെന്തായാലും വെള്ളിയാഴ്ച എന്ന് കേട്ടിട്ടും അവന്റെ താടി കണ്ടിട്ടും ഈ സംഭവത്തിൽ വീഡിയോ ചെയ്തിട്ട് ആകെ മൂഞ്ചി തകർന്നു പോയ എല്ലാ ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.